വേണ്ടാത്തതൊക്കെ നീ പ്രവർത്തിക്കും. അതുകൊണ്ട് നീതിയായി നടന്ന് നേര് പറയുകയും പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും രക്തപാതകത്തെ കുറിച്ച് കേൾക്കാതെ ചെവി പൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണടച്ചു കളയുകയും ചെയ്യുന്നവൻ. മക്കളെ, ചിലതൊക്കെ ഇങ്ങനെ കൺമുമ്പിൽ വരുമ്പോൾ കണ്ടങ്ങ് രസിക്കരുത്. ഇതിനകത്തിരിക്കുന്ന പിള്ളേർ മാത്രമല്ല, ഇപ്പൊ 70 വയസ്സുള്ള അമ്മച്ചിമാര് റീൽസാ. ഈ റീൽസ് എല്ലാം കണ്ട് ഇങ്ങനെ പോകുമ്പോ ആവശ്യമില്ലാത്ത എന്തെങ്കിലും നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന, നിനക്ക് ടെംപ്ടേഷൻ ഉണ്ടാക്കുന്ന എന്തെങ്കിലും സാധനം കയറി വരികയാണെങ്കിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സാധനം അവിടെ അങ്ങ് നിർത്തരുത്, ഇങ്ങനെ കയറ്റി അങ്ങ് വിട്ടേക്കണം, നോക്കാൻ നിൽക്കരുത്. ഞാൻ എൻ്റെ ഒരു ഭാവനയിൽ, എൻ്റെ ഒരു ചിന്തയെ പറയാം. നമുക്ക് കണ്ണും അടച്ച് പിടിച്ചുകൊണ്ടൊന്നും ലോകത്ത് ജീവിക്കാൻ പറ്റുകയില്ല, കണ്ണും അടച്ചൊന്നും നടക്കാൻ പറ്റുകയില്ല. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ വരും. പക്ഷെ നമ്മുടെ മൈൻഡ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഹൃദയത്തിൽ ആ സമയത്ത് വരുന്ന ചിന്ത, നമ്മൾ എന്ത് പർപ്പസിനാണ് നോക്കിയത്, നമ്മൾ എന്ത് പർപ്പസിനാണ് ആ കാര്യം ചെയ്തത്. നിങ്ങൾക്കറിയോ, നിങ്ങൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ഫോൺ നമ്പർ ചോദിച്ച് മേടിക്കുമ്പോൾ വരെ നീ എന്തുദ്ദേശത്തിലാണ് അവൻ്റെ കയ്യിൽ നിന്ന്, അവളുടെ കയ്യിൽ നിന്ന് ആ ഫോൺ നമ്പർ വാങ്ങിയതെന്ന് വരെ അറിയാവുന്ന, നിന്റെ ഹൃദയത്തിന്റെ ഉൾപ്പൂവുകളെ ശോധന ചെയ്യുന്ന ദൈവത്തിന്റെ മുൻപിലാണ് നീ ആയിരിക്കുന്നത്. ഇതിനകത്തിരുന്ന് പറയുന്ന ഒരു സ്തോത്രം പോലും, അടിച്ച ഒരു കൈയടി പോലും, ഉയർത്തിപ്പറഞ്ഞ ഒരു ഹല്ലേലൂയ പോലും നീ എന്തുദ്ദേശത്തോടെയാണ് പറഞ്ഞത് എന്നറിയാവുന്ന, നിന്റെ ഹൃദയത്തെ അറിയാവുന്ന ദൈവത്തിന്റെ മുൻപിലാണ് നിങ്ങളായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കണ്ണുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ടാണ് യോബിന്റെ പുസ്തകം 31-ാം അധ്യായത്തിൽ അതിന്റെ 1-ാം വാക്യത്തിൽ ജോബ് പറഞ്ഞു, ജോബ് ഭക്തനായ മനുഷ്യനായിരുന്നു. ജോബ് പറയുകയാണ്, ഞാൻ എൻ്റെ കണ്ണുമായിട്ട് ഒരു നിയമം ചെയ്തു, പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? മക്കളെ, ദൈവവുമായിട്ട് മാത്രം ഉടമ്പടി ചെയ്താൽ പോരാ, നിങ്ങളുടെ അവയവങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ നീതിയും പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളാക്കരുത്.